ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വിശദമായി നോക്കാം. ആദ്യം പറഞ്ഞതുപോലെ കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. കോവിഡ് വാക്സിനേഷന് മുന്നോടിയായി പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് നടക്കും. വൈകിട്ട് 4 മണിക്ക് ഓൺലൈൻ വഴിയാണ് യോഗം. വാക്സിനേഷന് ശനിയാഴ്ച ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 30 കോടി പേർക്ക് വാക്സിൻ നൽകും. സംസ്ഥാനങ്ങളുടെ ഒരുക്കങ്ങൾ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ വിശദീകരിക്കും. കേന്ദ്ര നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി പങ്കുവയ്ക്കും. 3 ദിവസത്തിനുള്ളിൽ പ്രധാന ഹബ്ബുകളിലേക്കുള്ള വാക്സിൻ വിതരണം പൂർത്തിയാക്കുമെന്നാണ് സൂചന. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡൽഹി, കർണാൽ, കൊൽക്കത്ത, ഹൈദരാബാദ്, ചെന്നൈ എന്നീ പ്രധാന ഹബ്ബുകളിലേക്കാണ് മരുന്ന് എത്തിക്കുക. ദുർഘടമായ സ്ഥലങ്ങളിലെ സ്റ്റേഷനുകളിൽ വാക്സിൻ എത്തിക്കുന്നതിന് സൈന്യത്തിന്റെ സഹായം ഉപയോഗപ്പെടുത്തും. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർ, കോവിഡ് മുന്നണി പോരാളികൾ എന്നിവർ ഉൾപ്പെടെ 30 കോടി പേർക്ക് വാക്സിൻ നൽകാനാണ് തീരുമാനം. ഇതിൽ 1 കോടി ആരോഗ്യ പ്രവർത്തകരും 2 കോടി കോവിഡ് മുന്നണി പോരാളികളും മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടും. ഇവർക്ക് ശേഷം 50 വയസ്സിന് മുകളിൽ പ്രായമായവരെയും 50 വയസ്സിൽ താഴെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയും പരിഗണിക്കും. ന്യൂസ് 18 ഡൽഹി. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ സംസ്ഥാനത്തെത്തിയ കേന്ദ്ര സംഘം ഇന്ന് ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തും. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്താണ് ചർച്ച. തുടർന്ന് ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും. സംഘം നേരത്തെ കോട്ടയം, ആലപ്പുഴ ജില്ലകൾ സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം ഉയരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സംഘത്തിന്റെ ഈ സന്ദർശനം. വാക്സിൻ എന്ന് ലഭിക്കുമെന്ന കാര്യവും ഇന്ന് അറിയാം. ഇനി നിയമസഭയിലേക്കാണ്. നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ സ്പീക്കറെ നീക്കം ചെയ്യണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷ പ്രമേയം നൽകിയിട്ടുണ്ട്. അതിൽ എന്ന് ചർച്ച ഉണ്ടാകുമെന്ന വിഷയത്തിൽ ഇന്ന് നമുക്കൊരു തീരുമാനം അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്പീക്കറെ നീക്കം ചെയ്യണമെന്ന പ്രതിപക്ഷ പ്രമേയം എന്ന് ചർച്ചയ്ക്കെടുക്കുമെന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. എം ഉമ്മറിന്റെ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുമെന്ന നേരത്തെ സ്പീക്കർ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ചേർന്ന കാര്യോപദേശക സമിതി യോഗത്തിൽ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്ന തീയതി തീരുമാനിക്കും. ചങ്ങനാശ്ശേരി മുൻ MLA CF തോമസിന് അനുശോചനം രേഖപ്പെടുത്തി സഭ ഇന്ന് പിരിയും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച നാളെ ആരംഭിക്കും. സഭ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴുള്ള സമ്മേളനം. അതുകൊണ്ട് തന്നെ തുടങ്ങുന്നതോടുകൂടി എത്തരത്തിലായിരിക്കും ഭരണപ്രതിപക്ഷ സമീപനങ്ങൾ എന്നുള്ളത് വളരെ നിർണായകം. ഏതായാലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മുന്നണികൾ തമ്മിലുള്ള ഒരുക്കങ്ങൾ, ഓരോരുത്തരും തമ്മിലുള്ള ഒരുക്കങ്ങൾ, തർക്കങ്ങൾ തീർക്കാനുള്ള അവസരങ്ങൾ അതെല്ലാം വളരെ സജീവമായി തന്നെ അണിയറയിൽ നടക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ആദ്യം ഇടതുമുന്നണിയിലേക്ക് വന്നാൽ NCPയിലെ തർക്കം തീർക്കാൻ മുഖ്യമന്ത്രി ഇടപെടുന്നു. മന്ത്രി AK ശശീന്ദ്രനും മാണി സി കാപ്പൻ MLAയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, എങ്ങനെയാണ് നിലവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് എപ്പോഴാണ് ചർച്ചകൾ, എന്താണ് സാഹചര്യം, വിശദാംശങ്ങൾ? ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചർച്ച ഉണ്ടാവുക എന്നാണ് ഇതുവരെയുള്ള അറിവ്. എന്തായാലും സമയം ഇപ്പോഴും വ്യക്തമായി അറിയിച്ചിട്ടില്ല. 2 MLAമാരും, അതായത് മന്ത്രി AK ശശീന്ദ്രനും MLA മാണി സി കാപ്പനും തിരുവനന്തപുരത്തുണ്ട് നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ നേരിട്ട് ഇരുവരുമായി കണ്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തും. കാരണം മുഖ്യമന്ത്രിക്കും ഇവരുടെ തർക്കം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കാരണം തെരഞ്ഞെടുപ്പ് മുന്നോടിയായി ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ അത് ഇടതുമുന്നണിക്കാകെ ഗുണകരമായി ഭവിക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പ്രധാനമായി പാലാ സീറ്റ് തന്നെയാണ് ഇതിലൊരു കീറാമുട്ടിയായി നിൽക്കുന്നത്. ഒരുപക്ഷെ അനുനയിപ്പിക്കാൻ മാണി സി കാപ്പന് തന്നെ പാലാ സീറ്റ്, അല്ലെങ്കിൽ NCPക്ക് തന്നെ പാലാ സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ജോസ് കെ മണി വിഭാഗത്തെ അനുനയിപ്പിച്ച ശേഷം മാണി സി കാപ്പൻ സിറ്റിംഗ് സീറ്റാണ്. അതുകൊണ്ട് തന്നെ പാല മാണി സി കാപ്പന് തന്നെ നൽകിയാൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകും. മാണി സി കാപ്പന് നൽകുന്നതോടുകൂടി മാണി സി കാപ്പനും ഈ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും. ഒരുപക്ഷെ പിളർപ്പുണ്ടായാൽ പോലും എപ്പോഴും പീതാംബരം മാസ്റ്റർ കടുത്ത നിലപാടിൽ തന്നെയാണ്. അത് ഏത് രീതിയിൽ പോകുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. പക്ഷേ NCPയുടെ ദേശീയ നേതൃത്വം അത്തരമൊരു പിളർപ്പിലേക്ക് പോകുന്നതിനോട് യോജിപ്പില്ല. അതാണ് ഇത്തരമൊരു അനുനയ ചർച്ചയിലേക്ക് നയിച്ചതും. ഒരുപക്ഷെ NCPയുടെ ദേശീയ നേതൃത്വം ഏതെങ്കിലും ഒരു വിഭാഗത്തിനൊപ്പം നിന്നിരുന്നു എങ്കിൽ പിളർപ്പ് അത് യാഥാർത്ഥ്യമായേനെ. ഇപ്പോഴും ഇരുവരും ഒന്നിച്ച് ചർച്ചയ്ക്ക് തയ്യാറായതും NCP ദേശീയ നേതൃത്വത്തിന്റെ കൂടി നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും ഇന്നത്തെ ചർച്ച നിർണായകമാണ്. ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു പിളർപ്പ് അത് ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും ഉദ്യമം. കാരണം മധ്യ കേരളത്തിൽ ജോസ് കെ മാണി വിഭാഗം വന്നതോടുകൂടി ഉണ്ടായിരുന്ന ഒരു മേൽക്കൈ അല്ലെങ്കിൽ ഒരു ശക്തി അത് മാണി സി കാപ്പൻ പോയി കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തലുമുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നത്.
ഗോപി. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ച. എന്തായാലും വളരെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ചർച്ചയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതിനു മുമ്പ് ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ പോകുക എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ഇനി നമ്മൾ UDF-ലേക്ക് വരികയാണെങ്കിൽ UDF-ലും സീറ്റ് വിഭജന ചർച്ചകളെല്ലാം തുടങ്ങിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നോക്കാമല്ലേ? നോക്കിക്കോളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF സീറ്റ് വിഭജന ചർച്ചകൾ ഇന്ന് തുടങ്ങും. ജോസ് വിഭാഗവും SJD മുന്നണി വിട്ടുപോയതിനെ തുടർന്ന് ഒഴിവുവന്ന സീറ്റുകൾ എങ്ങനെ വീതം വെക്കുമെന്ന ചർച്ചകളും നടക്കും. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ കൂടുതൽ സീറ്റ് ആവശ്യം മുന്നണി യോഗത്തിൽ ഉന്നയിക്കുമെന്നാണ് സൂചന. PC ജോർജിന്റെ UDF പ്രവേശന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. സംസ്ഥാന ഭരണത്തിൽ തിരിച്ചെത്താൻ ഇത്തവണ പതിവ് തന്ത്രങ്ങൾ ഒന്നും പോരാ എന്ന തിരിച്ചറിവ് UDF നേതൃത്വത്തിനുണ്ട്. ഇത് മുന്നിൽ കണ്ടാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങുന്നത്. ഒരു മാസം കൊണ്ട് സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് ശ്രമം. പ്രാഥമിക ചർച്ചകളാണ് ഇന്ന് തുടങ്ങുക. കേരള കോൺഗ്രസ് ജോസ് SJD പാർട്ടികൾ UDF വിട്ടതോടെ കഴിഞ്ഞ തവണത്തെ സീറ്റ് വിഭജന രീതിക്ക് മാറ്റമുണ്ടാകും. കോൺഗ്രസ് 87, മുസ്ലിം ലീഗ് 24, കേരള കോൺഗ്രസ് M 15, SJD 7, RSP 5, ജേക്കബ് ഗ്രൂപ്പ് 1, CMP 1 എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണ സീറ്റ് വീതം വെച്ചത്. 2 കക്ഷികൾ വിട്ടുപോയതോടെ 10 സീറ്റിലാണ് ഒഴിവ് വന്നത്. പുതിയ സാഹചര്യത്തിൽ കൂടുതൽ നേതാക്കൾക്ക് അവസരം നൽകാമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടിയെങ്കിലും ചെറു ഘടകകക്ഷികൾ അടക്കം കൂടുതൽ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗ്, RSP, ജേക്കബ് ഗ്രൂപ്പ്, CMP എന്നീ പാർട്ടികൾ കൂടുതൽ സീറ്റ് ആവശ്യവുമായി രംഗത്തുണ്ട്. ആദ്യ ചർച്ചയിൽ തന്നെ തങ്ങളുടെ നിലപാട് മുന്നണി നേതൃത്വത്തെ ഇവർ അറിയിക്കും. ഫോർവേഡ് ബ്ലോക്ക് അടക്കം UDF-ൽ പുതുതായി എത്തിയ കക്ഷികൾക്കും സീറ്റ് അനുവദിക്കേണ്ടതുണ്ട്. PC ജോർജിനെ മുന്നണിയിലെടുക്കണമോ എന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമറിയാം. ജോർജിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ശക്തമായ രംഗത്തുണ്ടെങ്കിലും മുന്നണിക്ക് പുറത്തുള്ള സഹകരണം സാധ്യമാകുമോ എന്ന് UDF പരിശോധിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ UDF ചെയർമാൻ ആക്കുക എന്ന നിർദ്ദേശത്തിലും ഇന്ന് തീരുമാനമുണ്ടായേക്കാം. ന്യൂസ് 18 തിരുവനന്തപുരം. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ 8 സിറ്റിംഗ് MLA-മാർക്ക് വീണ്ടും സീറ്റ് ലഭിച്ചേക്കില്ല. കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന VK ഇബ്രാഹിം കുഞ്ഞിനും MC ഖമറുദ്ദീനും മലപ്പുറത്തു നിന്നുള്ള 6 സിറ്റിംഗ് MLA-മാർക്കും സീറ്റ് ഉണ്ടാവില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങളെ ഇറക്കിയത് നേട്ടമുണ്ടാക്കിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. സീറ്റ് നഷ്ടപ്പെടുന്നതിൽ ചില MLA-മാർ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ അറസ്റ്റിലായ കളമശ്ശേരി MLA-യും മുൻ മന്ത്രിയുമായ VK ഇബ്രാഹിം കുഞ്ഞിനെ ഇത്തവണ മത്സരിപ്പിക്കേണ്ടെന്നാണ് ലീഗ് തീരുമാനം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മഞ്ചേശ്വരം MLA MC ഖമറുദ്ദീനും സീറ്റ് ലഭിച്ചേക്കില്ല. ഇവർ മത്സരിച്ചാൽ UDF-ന്റെ വിജയസാധ്യതയെ ബാധിക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബിനും മാറി നിൽക്കേണ്ടി വരും. മലപ്പുറം MLA P ഉബൈദുള്ള, മഞ്ചേരിയിലെ M ഉമർ എന്നിവർ 2 ടേം പൂർത്തിയാക്കിയവരാണ്. തിരൂരിൽ നിന്നുള്ള C മമ്മൂട്ടി, മങ്കടയിൽ നിന്നുള്ള ടി അഹമ്മദ് കബീർ, വേങ്ങരയിൽ നിന്നുള്ള KN ഖാദർ എന്നിവർക്കും സീറ്റ് ലഭിച്ചേക്കില്ല. സീറ്റ് നിഷേധിക്കുന്നതിൽ ചില MLA-മാർ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പരിഗണിക്കേണ്ടതില്ലെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ 3 ടേം കഴിഞ്ഞവരെ മുഴുവൻ മത്സരിപ്പിക്കേണ്ടെന്ന തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനില്ല. എന്നാൽ പുതുമുഖങ്ങളെ പരീക്ഷിക്കുന്നത് വിജയകരമാണെന്ന വിലയിരുത്തലുണ്ട്. സീറ്റ് നിഷേധിക്കുന്ന MLA-മാർക്ക് വേണ്ടി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ആവശ്യമുയരാത്തതും ലീഗിന് കാര്യങ്ങൾ എളുപ്പമാക്കും. MLA-മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, മഞ്ഞളാംകുഴി അലി, ഹമീദ് മാസ്റ്റർ എന്നിവർ സിറ്റിംഗ് സീറ്റുകൾ മാറി മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അഴീക്കോടും കണ്ണൂരും വെച്ചുമാറാൻ കോൺഗ്രസ് ലീഗ് ധാരണയായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ KM ഷാജി കണ്ണൂരിൽ മത്സരിച്ചേക്കും. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. ആധാറിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് AN ഖാൻവിൽക്കർ അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് ഉച്ചയ്ക്ക് 1:30 ചേംബറിലാണ് ഹർജി പരിഗണിക്കുക. ആധാർ നിയമം ശരിവെച്ച് 2018-ൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഭൂരിപക്ഷ വിധി പുറപ്പെടുവിച്ചിരുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നതിനും സിം കാർഡുകൾ എടുക്കുന്നതിനും ആധാർ നിർബന്ധമാക്കാൻ കഴിയില്ല എന്നും ആധാർ നിയമത്തിലെ മറ്റ് വ്യവസ്ഥകളിൽ തെറ്റില്ല എന്നുമാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ഭൂരിപക്ഷ വിധി. എന്നാൽ ആധാർ നിയമം പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പുറപ്പെടുവിച്ച വിയോജന വിധി. ഭൂരിപക്ഷ വിധി പുറപ്പെടുവിച്ച 2 ജഡ്ജിമാർ വിരമിച്ച സാഹചര്യത്തിൽ ഇന്നത്തെ പുനഃപരിശോധനാ ഹർജി നിർണായകമായേക്കും. കോടതിയിൽ ഇന്ന് ഇത് മാത്രമല്ല, കർഷകരുടെ കേസുമുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ തിയേറ്റർ തുറക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു അനിശ്ചിതമാണ്. അപ്പോൾ ഏതായാലും അത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം
ഇന്ന് ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമാ സംഘടനകളുമായി മുഖ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്. രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ചേംബറിലാണ് ചർച്ച. ഫിലിം ചേംബർ, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, തിയേറ്റർ സംഘടനയായ ഫിയോക് തുടങ്ങിയവയുടെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുക. 50% ആളുകളെ പ്രവേശിപ്പിച്ച് തിയേറ്ററുകൾ തുറക്കാനാവില്ല എന്നാണ് ഫിലിം ചേംബറിന്റെ നിലപാട്. വൈദ്യുതി, ഫിക്സഡ് ചാർജിൽ ഇളവ് വരുത്തുക, തിയേറ്ററുകളുടെ ലൈസൻസ് കാലാവധി നീട്ടുക തുടങ്ങിയ ആവശ്യങ്ങളും സിനിമാ സംഘടനകൾ ഉന്നയിക്കും. ഈ മാസം 5 മുതൽ തിയേറ്ററുകൾ മാനദണ്ഡം പാലിച്ച് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരുന്നുവെങ്കിലും നഷ്ടം സഹിച്ച് പ്രദർശനം നടത്താനാവില്ല എന്ന നിലപാടിലായിരുന്നു തിയേറ്റർ ഉടമകൾ. മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചിട്ട് ഇന്ന് 1 വർഷം തികയാണ്. നമുക്ക് എന്തായാലും ആ റിപ്പോർട്ട് പരിശോധിക്കാം. പൊളിച്ചു നീക്കലിന്റെ ഒരാട്ട്. സത്യത്തിൽ നമ്മൾ വീണ്ടും ഈ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ അവിടെ താമസിച്ചിരുന്നവർക്ക് മനസ്സിന് വേദനയാണ് ഉണ്ടാവുക എന്നറിയാം. എന്നാലും ഒരാണ്ടാവുന്നു. അതിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് പക്ഷേ കഴിഞ്ഞ ദിവസമെല്ലാം നമ്മൾ ആ റിപ്പോർട്ടുകൾ കൊടുത്താണ്. പലർക്കും ഇപ്പോഴും നഷ്ടപരിഹാരം ഫ്ളാറ്റുകളുടെ തുക ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇപ്പോഴും കോടതിയിൽ കയറി ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. പ്രദേശവാസികൾക്കാണെങ്കിലും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല, വാടക തുക ലഭിച്ചിട്ടില്ല. അങ്ങനെ നിരവധി പരാതികൾ ഇതിന്റെ മറുഭാഗത്ത് ഉയരുന്നുണ്ട്. ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പേരുടെ ചോരയും നീരും ഒക്കെ കൊടുത്തുണ്ടാക്കിയ ഫ്ലാറ്റാണ്. അത് പോയി എന്നുള്ള സങ്കടം ഒരു ഭാഗത്തുണ്ട്. എന്തായാലും നമുക്ക് ആ റിപ്പോർട്ട് നോക്കാം. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മരടിലെ വിവാദ ഫ്ളാറ്റുകൾ സ്ഫോടനത്തോടെ പൊളിച്ചിട്ട് ഇന്ന് 1 വർഷം 1600 കിലോ സ്ഫോടക വസ്തുക്കളാണ് ഇതിനായി ഉപയോഗിച്ചത്. തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിനെ തുടർന്ന് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അരുൺ മിശ്രയുടെ വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മരടിലെ വിവാദ ഫ്ളാറ്റുകൾ തകർത്തത്. ജനുവരി 11, 12 തീയതികളിലായി കോടതി വിധി നടപ്പാക്കി. 4 ഫ്ളാറ്റുകൾ നിലം പൊത്തി. 19 നിലകളോടെ തലയുയർത്തി നിന്ന ഹോളി ഫെയ്ത്താണ് ആദ്യം തകർന്നത്. പിന്നാലെ ആൽഫാസറിനും തകർന്നു വീണു. 2ാം ദിവസമാണ് താരതമ്യേന വലിപ്പം കൂടിയ ജെയിൻ കോറൽ കേവും വലിപ്പം കുറഞ്ഞ ഗോൾഡൻ കായലോരവും നിയന്ത്രിത സ്ഫോടനത്തിലൂടെ നിലം പതിച്ചത്. കിലോ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഗോൾഡൻ കായലോരം തകർത്തത്. ഒപ്പം 16 നിലകളുണ്ടായിരുന്ന ജെയിൻ കോറൽ കേവും നിലം പൊത്തി. ഓരോ നിലകളിലും സ്ഫോടക വസ്തുക്കൾ നിറച്ച് നിയന്ത്രിത സ്ഫോടനത്തിലൂടെയായിരുന്നു കെട്ടിട സമുച്ചയങ്ങൾ പൊളിച്ചത്. നിയന്ത്രിത സ്ഫോടനത്തിലൂടെ അന്ന് ഫ്ളാറ്റുകൾക്കൊപ്പം നിലം പതിച്ചത് ചിലരുടെ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. ഫ്ളാറ്റുകൾ പൊളിച്ച് 1 വർഷം പിന്നിടുമ്പോൾ ഇനിയും നഷ്ടപരിഹാര തുക പൂർണ്ണമായും ലഭിക്കാത്ത ഫ്ളാറ്റുടമകളുമുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംദാസിനൊപ്പം വിനീത VG, ന്യൂസ് 18. എന്തായാലും അന്ന് ഈ ഫ്ളാറ്റുകളെല്ലാം പൊളിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചത് ആദ്യത്തെ അനുഭവമായിരുന്നു. ഇങ്ങനെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഫ്ളാറ്റുകൾ പൊളിക്കുക എന്നുള്ളത് ആദ്യത്തെ ഒരു അനുഭവം കൂടിയായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പരിസരവാസികളുടെ ആശങ്കയും അന്ന് വലുതായിരുന്നു. പരിസരത്തുള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയ ശേഷമാണ് മരടിലെ വിവാദ ഫ്ളാറ്റുകൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തത്. മനസ്സിൽ വീട് ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയായിരുന്നു. എങ്ങനെ വീട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെവിടെ താമസിക്കും എന്നുള്ളതൊക്കെ ഒരു ചിന്തയായിരുന്നു. ഭയങ്കര ഇതായിരുന്നു. എല്ലാവരും പറഞ്ഞ് ഇത് പോകും. 16 നിലകളുണ്ടായിരുന്ന ആൽഫാസെറിന്റെ സമീപവാസിയായിരുന്നു എൽസിയും കുടുംബവും. കൂടുതൽ വീടുകളും ഈ കെട്ടിടത്തിന് സമീപം തന്നെയായിരുന്നു. ആശങ്കകൾക്ക് നടുവിലായിരുന്നു ആൽഫയിലെ സ്ഫോടനം. കെട്ടിടാവശിഷ്ടങ്ങൾ കായലിലേക്കടക്കം വീണെങ്കിലും പരിസരത്തെ വീടുകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചില്ല. മരടിലെ ആൽഫാസെറൈനിലെ ഇരട്ട ടവറുകളായിരുന്നു സ്ഫോടനത്തിൽ തകർക്കുന്നതിൽ ഏറ്റവും വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചിരുന്നത്. ഈ ടവറുകൾക്ക് സമീപമായിരുന്നു കൂടുതൽ വീടുകളുമുണ്ടായിരുന്നത്. നാളുകൾ നീണ്ടുനിന്ന പൊടിശല്യം ഫയർഫോഴ്സിന്റെയും നഗരസഭയുടെയും കഠിനാധ്വാനം കൊണ്ടാണ് ഒഴിവായത്. പരിസരവാസികൾക്ക് ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് തുക ഇപ്പോഴും ലഭിച്ചിട്ടില്ലെന്ന പരാതിയും ശക്തമാണ്. എന്താണോ ഞങ്ങൾ പണ്ട് ഇൻഷുറൻസ് കമ്പനിയെക്കുറിച്ച് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആശങ്ക സത്യത്തിൽ ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല.
പൊളിച്ചു നീക്കിയ 4 ഫ്ളാറ്റുകളുടെയും അവശിഷ്ടങ്ങൾ മാസങ്ങളെടുത്താണ് നീക്കം ചെയ്തത്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കർഷക നിയമങ്ങൾ സംബന്ധിച്ച കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ വരുന്നുണ്ട്. ഇന്ന് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കുന്ന ഒരു വിഷയം തന്നെയാണ്. സമരക്കാരെ നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഭാവി സമര പരിപാടികൾ തീരുമാനിക്കാൻ കർഷക സംഘടനാ നേതാക്കൾ ഇന്ന് സിംഗുവിൽ യോഗം ചേരും. കർഷക പ്രക്ഷോഭം 47ാം ദിവസത്തിലേക്ക് കടക്കുകയാണെന്ന്. വെള്ളിയാഴ്ച കേന്ദ്ര സർക്കാർ കർഷകരുമായി 9ാം വട്ട ചർച്ച നടത്താനിരിക്കെയാണ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും ഹർജികൾ പരിഗണിക്കുന്നത്. കൃഷി നിയമങ്ങൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജികളും സമരക്കാരെ നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയുമാണ് കോടതി പരിഗണിക്കുന്നത്. നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളും സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുന്നതിനാൽ ഹർജികൾ തിടുക്കത്തിൽ പരിഗണിക്കരുത് എന്നായിരുന്നു കഴിഞ്ഞ തവണ വിഷയം പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട്. സമരം അവസാനിപ്പിക്കുന്നതിൽ പുരോഗതി കാണുന്നില്ലെന്ന് കോടതിയും നിരീക്ഷിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ വെള്ളിയാഴ്ച നടത്താനിരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കണോ എന്നതടക്കം തീരുമാനിക്കാൻ കർഷക സംഘടനാ നേതാക്കൾ ഇന്ന് സിംഗുവിൽ യോഗം ചേരും. റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ പരേഡ് നടത്തുമെന്നാണ് നേതാക്കൾ നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ട്രാക്ടറുകൾ ഡൽഹിക്കുള്ളിൽ പ്രവേശിക്കുന്നത് തടയാൻ പോലീസ് വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. ബാരിക്കേഡുകളും കോൺക്രീറ്റ് പാളികളും ഉപയോഗിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ പോലീസ് മോക്ക് ഡ്രിൽ നടത്തി. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. എന്തായാലും ഡൽഹിയിൽ നടക്കുന്ന ഈ കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം അറിയിച്ച കേരളത്തിലെ കർഷകരും ഡൽഹിയിലേക്ക് പോവുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള 500 പേരാണ് വാഹന റാലിയായി ദില്ലിയിലേക്ക് നീങ്ങുന്നത്. കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് VM ഷൌക്കത്ത് നേതൃത്വം നൽകുന്ന റാലി ജനുവരി 14-ന് ഷാജഹാൻപൂരിലെ സമരകേന്ദ്രത്തിൽ എത്തിച്ചേരും. 500 പേർ ഉൾപ്പെടുന്ന രണ്ടാമത്തെ സംഘം ജനുവരി 24-ന് കണ്ണൂരിൽ നിന്നും പുറപ്പെടും. K ബാലഗോപാൽ, KK രാഗേഷ് തുടങ്ങിയവർ ഡൽഹിയിൽ സമരത്തിന് നേതൃത്വം നൽകും. തെരഞ്ഞെടുപ്പിന് മുമ്പ് PC ജോർജും സെബാസ്റ്റ്യൻ കുളത്തുങ്കലും നേർക്കുനേർ. കാണാം ഇടവേളയ്ക്ക് ശേഷം. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. കേരളത്തിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് തിരുവിതാംകൂറിൽ. 1920 ജൂലൈ 27-ന് ബജറ്റ് അവതരിപ്പിച്ചത് ദിവാൻ ടി രാഘവയ്യ. ചരിത്രത്തിൽ ആദ്യമായി ബജറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിന് വിട്ട് രാജാവിന്റെ ഉത്തരവ്. ബജറ്റ് ദിനത്തിൽ ആദ്യ ചോദ്യവുമായി എഴുന്നേറ്റത് കുമാരനാശാൻ. പിന്നാക്കക്കാർക്കായി സ്കൂളുകളും സത്രവും തുറക്കുമോ എന്ന് ആശാന്റെ ചോദ്യം. നമ്മൾ തുടരുന്നു. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊരിഞ്ഞ പോരാട്ടം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് പൂഞ്ഞാർ. PC ജോർജിനെ നേരിടാൻ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷൻ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ രംഗത്തിറക്കാനാണ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ ആലോചനകൾ. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇരുവരും ഏറ്റുമുട്ടിയാൽ എങ്ങനെയിരിക്കും നോക്കാം. തെരഞ്ഞെടുപ്പല്ലെങ്കിലും മത്സരമാണ്. PC ജോർജിന്റെ ടീമിനെ നേരിടുന്നത് ജോസ് വിഭാഗം പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിയാക്കുന്ന സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ.
അച്ഛനൊപ്പം ടീമിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ മകൻ ഷോൺ ജോർജ്. സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ ടീമിൽ തിയേറ്റർ ഉടമ ജിജി അഞ്ചാനി. പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ 14-16 എന്ന സ്കോറിൽ ആരാധകരുടെ പൂഞ്ഞാറാശാൻ തോറ്റു. തോൽവിക്ക് PC-യുടെ കാരണം ഇതാണ്. 14-13 മനസ്സിലായില്ലേ? അവർ എൻ്റെ എതിരാളികൾ ജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്താണെന്ന് ചോദിച്ചാൽ അല്ല വേണം ജയിക്കാൻ വരുന്നു മനപ്പുറം നോക്കുക എന്നതിലെ തന്നെ ചെയ്തത്. കാരണം നമ്മുടെ കുളത്തിങ്ങനെ അടുത്ത ഇലക്ഷൻ ഞാൻ തോപ്പിക്കേണ്ടത് ഇവനെയാണ്. അപ്പോൾ ഇപ്പം ഇതിനകത്തെങ്കിലും അവനൊന്ന് ജയിച്ച് സന്തോഷിച്ചോട്ടെ, അതുകൊണ്ട് സത്യാവസ്ഥ പറയാം. പക്ഷെ PC ജോർജിന്റെ ന്യായീകരണത്തിന് നിൽക്കാൻ തൽക്കാലം സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ തയ്യാറല്ല. കളി സീരിയസ് ആയിരുന്നു. ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 1 വർഷം മുമ്പ് അദ്ദേഹം ഈ പ്രസ് ക്ലബ്ബിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആയിട്ട് ഷട്ടിൽ കളിക്ക് അദ്ദേഹം ജയിച്ചതാണ്. ഞാൻ സന്തോഷിച്ചു. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, ഒരു കാലത്ത് എൻ്റെ വലിയ നേതാവായിരുന്നു. ഇപ്പോഴും ഞങ്ങളൊക്കെ ഒരു കേരള കോൺഗ്രസ് കുടുംബ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഓർമ്മയിലുണ്ട് അദ്ദേഹം. പിന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ മത്സരിക്കുമ്പോൾ അത് ഷട്ടിലാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും വിജയം തന്നെയാണ്. അതുകൊണ്ട് ഈ വിജയം ഇനി ആവർത്തിക്കാൻ കഴിയും എല്ലാ അർത്ഥത്തിലും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തെരഞ്ഞെടുപ്പിലെ കളികളിൽ ആര് ജയിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്. കോട്ടയം പ്രസ് ക്ലബിന്റെ ഷട്ടിൽ കോർട്ട് ഉദ്ഘാടന വേദിയിലാണ് പ്രദർശന മത്സരം നടന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം G. ശ്രീജിത്ത്, News 18 കോട്ടയം. ഇന്ന് എരുമേലി പേട്ടതുള്ളൽ ഇന്ന് നടക്കുകയാണ്. ഈ പറഞ്ഞ പോലെ കോവിഡ് കാലമായതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളോടെ ആണ് ഇത്തവണത്തെ ചടങ്ങുകൾ. ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നാണ് കർശന നിർദ്ദേശമുള്ളത്. രാവിലെ 11 മണിയോടെ അമ്പലപ്പുഴ സംഘമാണ് ചെറിയ അമ്പലത്തിലെത്തി പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. തുടർന്ന് വാവരുവള്ളിയിലെത്തി വാവരുടെ പ്രതിനിധിയുമായി ചേർന്ന് വലിയമ്പലത്തിലേക്ക് പേട്ടതുള്ളൂ. ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്കാട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ. ഇത്തവണ ഒരു ആനയും മാത്രമാണ് എഴുന്നള്ളിക്കുന്നത്. മറ്റ് ശബരിമല വാർത്തകൾ കൂടി നോക്കുകയാണെങ്കിൽ ശബരിമല സന്നിധാനത്തെ ഹോട്ടൽ നടത്തിപ്പുകാർക്കും കടുത്ത പ്രതിസന്ധിയാണ് കോവിഡ് കാലം നൽകിയത്. തീർത്ഥാടകർ കുറഞ്ഞതോടെ ഹോട്ടലുകളിൽ കാര്യമായ കച്ചവടമില്ല. ലക്ഷങ്ങൾ മുടക്കിയാണ് പല ഹോട്ടൽ ഉടമകളും ടെൻഡർ നേടിയത്. പാണ്ടിത്താവളത്തടക്കം കഴിഞ്ഞ സീസണിൽ പ്രവർത്തിച്ചിരുന്ന പല ഹോട്ടലുകളും ഇക്കുറിയില്ല. മണ്ഡലകാലത്തിനു മുമ്പ് തേച്ചുമിനുക്കി തയ്യാറാക്കിയ വലിയ പാത്രങ്ങളത്രയും മൂലയിൽ ഇരിപ്പാണ്. കൊണ്ടുവന്ന ഗ്യാസ് കുറ്റികളിൽ പലതും ഇതുവരെ അടുപ്പിലേക്ക് തീ പകർന്നിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ തീർത്ഥാടകർ വരിയിൽ നിൽക്കേണ്ട ഹോട്ടലുകളിലെ സ്ഥിതി ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇരിപ്പിടങ്ങൾ സദാസമയവും കാലിയായി തന്നെ. ലക്ഷങ്ങൾ മുടക്കിയാണ് പല ഹോട്ടലുടമകളും സന്നിധാനം അടക്കമുള്ള ഇടങ്ങളിൽ കരാറെടുത്തത്. മകരവിളക്ക് സീസൺ അവസാനിക്കുമ്പോൾ ലാഭം പോയിട്ട് മുടക്കുമുതലിന്റെ കാൽഭാഗം പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. വരുമാനം ഒന്നും തന്നെ ഇല്ല, കച്ചവടമില്ല. പിന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട് അങ്ങ് ചെയ്യുകയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ 4 ജോലിക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ. അവർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഉള്ളത് വിൽക്കുന്നില്ല. ആ ഒരു സ്ഥിതിയാണ്. തിരക്കിലമരേണ്ട പാണ്ടിത്താവളം അടക്കമുള്ള ഇടങ്ങളിൽ ഇക്കുറി ഒരു ഹോട്ടൽ പോലുമില്ല. കരാറെടുത്താൽ മുതലാകില്ലെന്ന് കണ്ടാണ് ആ ഉദ്യമം ഹോട്ടൽ ഉടമകൾ ഉപേക്ഷിച്ചത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ദേവസ്വം ഇത്തവണ കരാർ തുകയിൽ കുറവ് നൽകിയിരുന്നു. കോവിഡ് സാഹചര്യത്തിൽ ദർശനത്തിന് 5000 തീർത്ഥാടകരെ അനുവദിച്ചപ്പോൾ എത്തുന്നവരുടെ എണ്ണം ശരാശരി 3000-ഓളമാണ്. ഈ കാലത്തെ അതിജീവിക്കാനാകും. അടുത്ത മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കുറെ കൂടി സുഗമമാകും. അന്ന് ഈ ഒഴിഞ്ഞ ഇടങ്ങളെല്ലാം ആൾത്തിരക്കിലമരും. പ്രത്യാശയാണ്, പ്രതീക്ഷയാണ്. ക്യാമറാമാൻ R. പ്രിയനൊപ്പം സന്നിധാനത്തു നിന്നും സുർജിത് അയ്യപ്പത്ത്, News 18. News 18-ലെ മാധ്യമപ്രവർത്തകൻ ബിജു ഇളകൊള്ളൂരിലെ ഐസക് ന്യൂട്ടന്മാർ എന്ന പുസ്തകം കോന്നിയിൽ പ്രകാശനം ചെയ്തു. ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ ബിജു അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA-ക്ക് ആ പുസ്തകം കൈമാറിയാണ് പ്രകാശനം നിർവഹിച്ചത്. പത്തനംതിട്ട പ്രസ് ക്ലബ് പ്രസിഡന്റ് ബോബി എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. News 18 കേരള എഡിറ്റർ പ്രദീപ് പിള്ള ആശംസകൾ അർപ്പിച്ചു. നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് രജനി പറഞ്ഞ പോലെ ഒരു കുതിരയെ പരിചയപ്പെടാം. കാസർഗോഡ് രജനിയുടെ നാട്ടും കൂടിയാണല്ലേ. കാസർഗോഡ് തളങ്കരയിലെ മാലിക് ദിനാർ പള്ളിയിലെത്തുന്ന വിശ്വാസികളിൽ കൗതുകം നിറച്ച നേർച്ചയായി എത്തിയ കുതിര. കർണാടക സ്വദേശിയാണ് ആൺകുതിരയും പള്ളിയിലേക്ക് നേർച്ച നേർന്നത്. വിശാലമായ പള്ളിപ്പറമ്പിൽ മേയുന്ന കുതിരയെ കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. നീണ്ട വാലും വലിയ ആകാരവുമൊക്കെയുള്ളതാണ് മാലിക് ദിനാറിലെത്തിച്ച കുതിര.
കേരളത്തിലെ മതപ്രബോധന ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള മാലിക് ദീനാർ പള്ളിയിലേക്ക് ഇതാദ്യമായാണ് കുതിരയെ നേർച്ചയായി കൊണ്ടുവരുന്നത്. തുംകൂർ സ്വദേശി മുഹമ്മദ് ഷംസീറാണ് കുതിരയെ എത്തിച്ചത്. സംസ്ഥാനത്തിന് പുറത്തുനിന്നടക്കം നിരവധി വിശ്വാസികൾ വരുന്ന ആരാധനാലയത്തിലേക്ക് സ്വർണമടക്കമുള്ളവ നേർച്ചയായി എത്താറുണ്ടെങ്കിലും ഇത് ഇന്നാട്ടുകാർക്കാകെ പുതിയ അനുഭവമാണ്. ഈ പള്ളിയിലേക്ക് പല സാധനങ്ങളും നേർച്ചയായി വരാറുണ്ട്. ആടുകളും കോഴികളും മറ്റ് ചില ഭക്ഷ്യവസ്തുക്കളൊക്കെ, അതുപോലെ സ്വർണവും വെള്ളിയും ഒക്കെ നേർച്ചയാക്കപ്പെടാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു കുതിരയെ നേർച്ചയാക്കപ്പെടുന്നത്. ഇത് വന്നപ്പോൾ നാട്ടുകാരും ഞങ്ങളൊക്കെ വളരെ അത്ഭുതത്തിലും സന്തോഷത്തിലും ഒക്കെ ഉള്ളത്. ആഗ്രഹിച്ച കാര്യം സഫലമായതിന്റെ സന്തോഷത്തിലാണ് നേരത്തെയുണ്ടായിരുന്ന നേർച്ച മറക്കാതെ ഷംസീർ കുതിരയെ കൊണ്ടുവന്നത്. നേരത്തെ ഒരു കർണാടക സ്വദേശി മാലിക് ദീനാറിന് വെള്ളി കൊണ്ടുള്ള വാതിൽ സമർപ്പിച്ചിരുന്നു. നേർച്ചയായി കിട്ടിയ കുതിരയെ ലേലത്തിൽ വിൽക്കുമോ പള്ളിവളപ്പിൽ വളർത്തുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇതിനു മുൻപായി വനം വകുപ്പിന്റെ ഉപദേശങ്ങളും പള്ളിക്കമ്മിറ്റി തേടും. ന്യൂസ് 18 കാസർഗോഡ്. നമുക്ക് ഇന്റർനാഷണൽ വാർത്തകൾ നോക്കാല്ലേ. ഡൊണാൾഡ് ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കാനുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം ഇന്ന് അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ അവതരിപ്പിക്കും. ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷമുള്ള സഭയിൽ പ്രമേയം പാസ്സാകുമെങ്കിലും സെനറ്റിൽ ഇരുപക്ഷവും ഒപ്പത്തിനൊപ്പമാണ്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനമൊഴിയാൻ 10 ദിവസം മാത്രം ശേഷിക്കെയാണ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ഇംപീച്ച്മെന്റ് നടപടിയുടെ തുടക്കം. പാർലമെന്റായ ക്യാപിറ്റോൾ മന്ദിരം അതിക്രമിച്ചതിന് പിന്നാലെയാണ് ട്രംപിനെ പുറത്താക്കാനുള്ള നീക്കം ഡെമോക്രാറ്റ് പക്ഷം സജീവമാക്കിയത്. ഭരണഘടനയുടെ 25ാം ഭേദഗതി പ്രയോഗിച്ച് ട്രംപിനെ നീക്കം ചെയ്യണമെന്ന ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസിയുടെ ആവശ്യം വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരുന്നത്. ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷമുള്ള പ്രതിനിധി സഭയിൽ ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാകും. എന്നാൽ നിലവിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തുല്യശക്തികളായ പുതിയ സെനറ്റിൽ 2 പേരുടെ പിന്തുണ ലഭിച്ചാലേ ട്രംപിനെ നീക്കാനാകൂ. ട്രംപ് സ്ഥാനമൊഴിയുന്നതിന്റെ തലേന്ന് 19-ന് സെനറ്റിൽ പ്രമേയം എത്താനിടയുള്ളൂ. അതിനാൽ സെനറ്റിൽ പാസ്സായാലും ട്രംപ് സ്ഥാനമൊഴിഞ്ഞ ശേഷമേ വിചാരണ നടക്കൂ. കുറ്റവിചാരണ വിജയിച്ചാൽ മുൻ പ്രസിഡന്റിനുള്ള ആനുകൂല്യങ്ങൾ ട്രംപിന് നഷ്ടമാകും. ആജീവനാന്തം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ട്രംപിനെ വിലക്കാനും സെനറ്റിന് കഴിയും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്തോനേഷ്യയിൽ സമുദ്രത്തിലേക്ക് തകർന്നു വീണ യാത്രാവിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന്റെ സ്ഥാനം തിരിച്ചറിഞ്ഞു. ഇന്ന് നടക്കുന്ന തെരച്ചിലിൽ സമുദ്രത്തിൽ നിന്ന് ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനുശേഷമേ അപകട കാരണം സ്ഥിരീകരിക്കാനാവൂ. ശനിയാഴ്ച വൈകിട്ടാണ് 62 യാത്രക്കാരുമായി ജക്കാർത്തയിൽ നിന്ന് പറന്നുയർന്ന വിമാനം മിനിറ്റുകൾക്കകം തകർന്നു വീണത്. ശരീരാവശിഷ്ടങ്ങളും വിമാനത്തിന്റെ ഭാഗങ്ങളും ഇന്നലെ കണ്ടെത്തിയിരുന്നു. ലോകത്ത് കോവിഡ് ബാധിതർ 9,06,00,000 പിന്നിട്ടു. 6 ലക്ഷം പേർക്കാണ് 24 മണിക്കൂറിടെ രോഗബാധ സ്ഥിരീകരിച്ചത്. 9,000-അടുത്ത ആളുകളും മരിച്ചു. അമേരിക്കയിൽ രോഗബാധിതരുടെ പ്രതിദിന എണ്ണം 2 ലക്ഷത്തിലധികമായി തുടരുകയാണ്. ബ്രസീലിലും റഷ്യയിലും കോവിഡ് കേസുകൾ ഉയരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. ഏതായാലും ബജറ്റും വരാനിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളിലേക്ക് കൂടി കിടക്കാം. ബജറ്റിൽ എന്ത്? സംസ്ഥാന ബജറ്റിൽ നെൽ കർഷകർക്ക് താങ്ങുവില വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് കർഷകർ. ഉൽപാദന ചെലവിനനുസരിച്ച് താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നും കർഷക പെൻഷൻ കുറഞ്ഞത് 3000 രൂപയാക്കണമെന്നും കർഷകർ പറയുന്നു. ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ കൂടുതൽ പരിഗണന വേണമെന്നാണ് നെൽകർഷകർ പറയുന്നത്. ഉൽപാദന ചെലവ് വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ താങ്ങുവില വർദ്ധിപ്പിക്കണം. നെൽകൃഷി മേഖലയ്ക്ക് ഉൽപാദന ചെലവിന് ആനുപാതികമായ രീതിയിലുള്ള താങ്ങുവില പ്രഖ്യാപിക്കണം. കർഷക പെൻഷനും ആനുകൂല്യങ്ങളും നിലവിലുള്ളതിനേക്കാൾ ഇരട്ടിയാക്കണം. നമുക്കൊരു 3000 രൂപ തന്നൂടെ കർഷക പെൻഷൻ? നെൽകൃഷിക്ക് മുൻഗണന കൊടുക്കണം. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. നെൽകർഷകർ വലിയ പ്രതിസന്ധി നേരിടുകയാണെന്നും ഇത് കണക്കിലെടുത്ത് കൂടുതൽ പദ്ധതികൾ പ്രതീക്ഷിക്കുന്നതായും കർഷകർ പറയുന്നു. നെൽകൃഷിക്കാരനെ നിലനിർത്താൻ
എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ തീരുമാനിച്ച് പറയട്ടെ, ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഇതിനു പുറമെ നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും കർഷകർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് 18 പാലക്കാട്. മലപ്പുറം ജില്ലയിൽ നെൽ കർഷകരുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ് കാലം തെറ്റി പെയ്യുന്ന മഴ. ഇനി കൊയ്താലും പ്രതീക്ഷ വിളവ് ലഭിക്കുന്നു എന്ന ആശങ്കയും ശക്തമാണ്. മലപ്പുറം ജില്ലയിൽ വ്യാപകമായി പെയ്ത കനത്ത മഴ ഒട്ടുമിക്ക പാടശേഖരങ്ങളെയും വെള്ളത്തിലാക്കിയിട്ടുണ്ട്. കൊയ്യാനുള്ളവർക്ക് മാത്രമല്ല, കൊയ്തിട്ടവർക്കും മഴ വില്ലനായി. വണ്ടൂർ തിരുവാലി തോടായത്തെ കർഷകൻ CK വേണുഗോപാലൻ മഴയ്ക്ക് മുൻപേ 3 ഏക്കറിലെ നെല്ല് കൊയ്തെടുത്തതാണ്. മഴ പെയ്തതോടെ എല്ലാം നനഞ്ഞു കുതിർന്നു. ഇനി മെതിക്ക് മുൻപ് നനഞ്ഞു കുതിർന്ന നെല്ല് ഉണക്കിയെടുക്കണം. ഇതിൽ മിക്കതും മുളച്ചിട്ടുണ്ട്. തൊട്ടടുത്തായി ഏക്കർ കണക്കിന് നെല്ല് കൊയ്യാനായ നിലയിലാണ്. അപ്രതീക്ഷിത മഴ കർഷകന്റെ സ്വപ്നങ്ങളെ ശരിക്കും കുതിർത്തു കളഞ്ഞു. ഈ മഴ കൊണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ഈ നെല്ല് ഉണങ്ങാനും ഈ വൈക്കോലുകളൊക്കെ പോകും. ഈ നെല്ല് ഇനി വെയിലില്ലെങ്കിൽ ഇനി ഇതുപോലെ ഇപ്പോൾ കിടക്കണ നെല്ലൊക്കെ അങ്ങനെ പോകും. അപ്പം എൻ്റെ മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരുടെ കൃഷിക്കാരുടെ സ്ഥിതി ഇത് തന്നെ. മാസങ്ങൾ പരിപാലിച്ച് നല്ലപോലെ വിളഞ്ഞ നെല്ല് അവസാനം വെച്ച് നശിച്ചു പോകുന്നത് കർഷകന് നൽകുന്ന വേദനയും നഷ്ടവും ചെറുതല്ല. സർക്കാർ നഷ്ടപരിഹാരം നൽകുമെന്ന പ്രതീക്ഷ മാത്രമാണ് കർഷകരുടെ ഏക ആശ്വാസം. ന്യൂസ് 18 മലപ്പുറം. കേരളത്തിന് സ്വന്തമായി ഒരു സൈക്കിൾ റിം ഫാക്ടറി. കോൺഗ്രസ് അവതരിപ്പിച്ച ആദ്യ ബജറ്റിലെ പ്രധാന നിർദ്ദേശം. ബജറ്റ് അവതരിപ്പിച്ചത് 1960 മാർച്ച് 18. അന്ന് മുഖ്യമന്ത്രി പട്ടം താണുപിള്ള, ധനവകുപ്പിന്റെ ചുമതലയുള്ള ഉപമുഖ്യമന്ത്രിയായി R ശങ്കർ. ഇന്ന് കോവിഡ് ആണെങ്കിൽ അന്ന് ഭീഷണി വസൂരിയും മലേറിയയും. മലേറിയ നേരിടാൻ 83 ലക്ഷം, വസൂരി പ്രതിരോധത്തിന് 49 ലക്ഷം. ഇനി നമുക്ക് ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞ മ്യൂസിയം ഒന്ന് കാണാം. കാഴ്ചക്കാർക്ക് വിസ്മയം ഒരുക്കി തിരുവനന്തപുരത്തെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. 6.5 കോടി രൂപ മുടക്കി നവീകരിച്ചിരിക്കുന്ന മ്യൂസിയം ജൈവ വൈവിധ്യത്തിന്റെ കലവറ കൂടിയായി മാറിയിരിക്കുകയാണ്. ആരംഭിച്ച നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഇതാദ്യമായാണ് സമ്പൂർണ്ണ നവീകരണത്തിന് വിധേയമായത്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു നവീകരണം. വ്യത്യസ്ത ഗാലറികളിലായി 1800-ലധികം പ്രദർശന വസ്തുക്കളാണ് മ്യൂസിയത്തിലുള്ളത്. സ്റ്റഫ് ചെയ്യപ്പെട്ട മൃഗങ്ങൾ, പക്ഷികൾ, മൃഗങ്ങളുടെ അസ്ഥിപഞ്ജരങ്ങൾ, മോഡലുകൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ശേഖരങ്ങൾ. വംശനാശം സംഭവിച്ച 19 ജന്തുക്കളുടെ ത്രിമാന രൂപങ്ങൾ മ്യൂസിയത്തിന്റെ പ്രധാന ആകർഷണമാണ്. ഗാലറികളാണ് ഞങ്ങളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ 8 ഗാലറികളിൽ ഏറ്റവും പുതുതായിട്ടുള്ള 2 ഗാലറികളുണ്ട്. അതിൽ ഒന്ന് ഏറ്റവും ആകർഷകമായി മാറുന്ന 2 ഗാലറികളാണ്. ഒന്ന് എക്സ്റ്റൻറ്റ് സ്പീഷീസ് ഗാലറി, അന്യം നിന്ന ജീവികളുടെ ത്രിമാന തലത്തിലുള്ള അവരുടെ ത്രിമാന 3 ഡയമെൻഷണൽ രൂപങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗാലറി ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ആകർഷകമായിരിക്കും. കാരണം ഇന്ന് ഒരു ദിവസം 150 ജീവജാലങ്ങൾ ഞങ്ങളുടെ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് വന്യജീവി നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വന്യജീവികളെ ഇനിയെങ്കിലും സംരക്ഷിക്കുക എന്നുള്ളൊരു അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ആ ഗാലറി അതിമനോഹരമായിട്ടുള്ള 20
ത്രിമാന തലത്തിലുള്ള രൂപങ്ങളാണ് നമ്മൾ അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അത് പിന്നെ സസ്തനികളുടെ ഗാലറി, അതും 3 സോണുകളായി തിരിച്ചുകൊണ്ട് അമേരിക്കൻ, ആഫ്രിക്കൻ, ഏഷ്യൻ അങ്ങനെ തിരിച്ചുകൊണ്ട് അവിടുത്തെ അതിൻ്റെ ആവാസ വ്യവസ്ഥയുടെ ഒരു മിനിയേച്ചർ തന്നെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മൃഗങ്ങളെ സജ്ജീകരിച്ചിരിക്കുന്നത്. അതും വളരെ കാഴ്ചയ്ക്ക് ഒരു വിരുന്ന് തന്നെ ഒരുക്കും. പ്രദർശന വസ്തുക്കളുടെ വിശദവിവരങ്ങൾ ടച്ച് സ്ക്രീൻ കിയോസ്കുകളുടെ സഹായത്തോടെ സന്ദർശകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ആവാസ വ്യവസ്ഥയും കൂടെ ചേർത്ത് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. പുതിയ രീതിയിൽ ചെയ്തേക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു അന്നത്തേൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നിയത് ആവാസ വ്യവസ്ഥയ്ക്കും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സ്റ്റഫ്ഡ് ആയിട്ടുള്ള അനിമൽസിനെയൊക്കെ വെച്ചേക്കുന്നത്. വളരെ നന്നായിട്ട് അതിൻ്റെ ലേബലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു പല അനിമൽസിനെയും ഇപ്പം കുട്ടികൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് കുട്ടികൾ പശുവിനെ പോലും കണ്ടിട്ടില്ലാത്ത കുട്ടികളുണ്ടാകാം. ഫ്ലാറ്റിലുമൊക്കെ ജീവിക്കുന്നവർ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരം അനിമൽസിന് ഇപ്പോൾ കടലിലെ ജീവികളാണെങ്കിലും അതിൻ്റെ സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ കറക്റ്റായിട്ട് അതിൻ്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പിന്നെ അത് എവിടെയൊക്കെയാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ അപ്പം ഇവർ തന്നെ കുറച്ച് നാൾ മുമ്പ് ഒരു മാസം മുൻപ് ഏകദേശം ഓൺലൈനിൽ തന്നെ ഒരു ക്ലാസ് നടത്തിയിരുന്നു. അന്ന് ഞങ്ങൾ കുടുംബസമേതം ഇരുന്ന് കണ്ടിരുന്നു. വളരെ നന്നായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇത് ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ കാണണമെന്ന ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഈ കുട്ടികൾക്കൊന്നും പലതും അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കണ്ടു മനസ്സിലാക്കി പറഞ്ഞു മനസ്സിലാക്കുന്നതിലും കൂടുതൽ കണ്ടുകൂടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കായി സ്റ്റെയർ ലിഫ്റ്റ് സംവിധാനവും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റെയർ ലിഫ്റ്റ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനത്തെ ആദ്യ സർക്കാർ സ്ഥാപനം കൂടിയാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. ന്യൂസ് 18 തിരുവനന്തപുരം. അവിടെ ഒന്ന് പോകണം ഏതായാലും അല്ലേ? കൊള്ളാം. ഏതായാലും മറ്റൊരു വ്യത്യസ്തമായ റിപ്പോർട്ടിലേക്കാണ് പരിചയപ്പെടേണ്ട ചിലർ. അതെല്ലാം നമ്മൾ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ ഓരോ ധാന്യമണിയിലും അത് ഭക്ഷിക്കുന്നതിൻ്റെ പേര് ദൈവം എഴുതിയിട്ടുണ്ട് എന്നാണ് വചനം. അത് തെളിയിച്ചിരിക്കുകയാണ് ഇരിങ്ങാലക്കുടയിലൊരു സന്യാസിനി. 30 വർഷത്തെ അധ്യാപനത്തിന് ശേഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയ സിസ്റ്റർ റോസ് ആൻഡോയ്ക്ക കൃഷി ദൈവത്തിലേക്കുള്ള വഴി തന്നെയാണ്.